നമ്മുടെ മർത്തോപ്പഴ ജംഗ്ഷനിൽ കൊടുത്ത് രാത്രി കാലങ്ങളിൽ ആരും തീ കത്തിച്ച് പോരുമല്ല ഒരു കാലത്ത്. തുറാൻകുറ്റിയോട് പോലും പോയി. അവിടെ 3 മരം ഉണ്ടായിരുന്നു. അതിനിടയ്ക്ക് ഒരു സ്ഥലം വെല്ലിപ്പോലോട്ടും കോടഞ്ചേരിക്ക് ഇങ്ങനെ ഒരു വഴി, അതിന് നടുക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു. അവിടെ 2-3 മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പേടിയായിരുന്നു അവിടെയൊക്കെ. അവിടെ അന്ന് ഞാൻ ആ വർക്ക്ഷോപ്പിൽ കൊണ്ടാക്കിയിട്ട് രാത്രി വന്നിട്ട് പേടിച്ചല്ലേ. എന്നിട്ട് രാത്രി വീട്ടിൽ വന്ന് പിറ്റേ അച്ഛനെ എടുത്തോണ്ട് പോകലായിരുന്നു ആശുപത്രി. അവിടെ താമസിക്കുമ്പോ എതിരാ വന്നതെന്ന് എന്നോട് ചോദിച്ചു. നീ അതിലെ വരരുത്, വഴിയാ വരാവളം ഞാൻ പറഞ്ഞു. ഞാൻ നോക്കി അച്ഛൻ എന്നോട് വന്നപ്പോഴേ അച്ഛൻ അതാ ചോദിച്ചത്, നീ എതിരാ വന്നേന്ന്. അതിന്റെ കയ്യപ്പന്ന് പിടിച്ചില്ലേ അതിനെ കൊണ്ടുപോകണത്. അതെ, രാത്രി വന്നപ്പോ നീ ഇതുപോലെ മഴയുണ്ട്, അപ്പൊ നീ എതിരാ വന്നേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിലാ വന്നേന്ന് പറഞ്ഞു. അങ്ങനെ പോയി കുളിച്ചേച്ച് വരാൻ പറഞ്ഞു. കുളിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചേച്ച് നേരം വെളുത്തപ്പം തുള്ളപ്പനി പോലത്തെ പനിയാ. പിന്നെ അച്ഛൻ എടുത്തോണ്ട് പോവായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ഈ മല മുഴുവൻ കയറി നടന്നാ പിന്നെ കണ്ടന്മാരുടെ ഗൃഹ കൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ടും എതിരെയും കട്ടാനോട് ഇടയ്ക്ക് പോയിട്ട് പോലും നമ്മൾ രക്ഷപ്പെട്ടു പോകും. അത് അന്ന് അവിടെ ആലക്കല് ആരാണ്ട് അടക്കിയിട്ടുണ്ടായിരുന്നേ. ആ വഴിയിൽ തന്നെ, ആ വഴിയുടെ തുമ്പിന് തന്നെ. അപ്പം ഞാൻ ഇതിലേക്ക് 2 പ്രാവശ്യം മർത്തോമ്പഴയിലൊന്ന് വട്ടം ഞാൻ ആലോചിച്ച്, 2-3 വട്ടം ആലോചിച്ചു. അപ്പം നമ്മുടെ അതിലെ മീൻമുട്ടി ബെന്നിയുടെ അതിലെ വരികയാണെങ്കിൽ അതെ ദൂരെ കൂടുതലാ. അപ്പൊ ഞാൻ നോക്കിയപ്പോ അതിൽ എളുപ്പം ആണെങ്കിൽ അതിലെ കയറി അല്ല വന വട്ടം കറങ്ങി പറഞ്ഞു ആറാമത്തോളത്തേക്ക് കൂടെ. അപ്പൊ ഞാൻ നോക്കിയപ്പം മെഴുതിരിയും കത്തിച്ച് വന്ന് ഈ കറക്റ്റ് അവിടെ വന്നപ്പോഴത്തേനും എന്തോ തെങ്ങിന്റെ മുകളിൽ നിന്ന് വന്ന് എന്റെ മുന്നോട്ട് വന്ന് വീണിപ്പോ ഞാൻ ഞെട്ടി. എന്റെ കയ്യിൽ നിന്ന് തിരിയും കെട്ടുപോയി. ചാറ്റമണി ഉള്ളതുകൊണ്ട് പിന്നെ തീപ്പെട്ടി വെച്ചിട്ട് കത്തുന്നുമില്ല. പിന്നെ ഞാൻ മുകളിലോട്ട് നോക്കി. അപ്പൊ മുകളിലോട്ട് നോക്കിയപ്പം ഈ 2 റബ്ബറിന്റെ ഈ കൂടി ചേരാത്തോണ്ട് നമുക്ക് വഴി പോലെ കാണാം. ഈ വഴിയുടെ അകലത്തിലാണല്ലോ റബ്ബർ നിൽക്കുന്നത്. അപ്പൊ നടുക്കൂടെ ഇങ്ങനെ വഴിയുടെ ചാല് മുകളിലോട്ട് നോക്കും വേണം. പിന്നെ ഞാൻ അവിടെ ഇച്ചിരി നേരം നിന്ന് വിറയൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും പതുക്കെ വേഗം നടന്ന് ഈ മുകളിലോട്ട് നോക്കി വെട്ടയില്ല. പിന്നെ ഇരുട്ടെന്നോ ഞാൻ അതിലെ വരരുത് എന്ന് പറഞ്ഞ് രാത്രിയാണ് ഞാൻ അതിനെ താഴോട്ട് നോക്കിയിരിക്കുകയാണ്. പിന്നെ 2 ഈ നമ്മള് വഴിയുടെ 2 സൈഡിലും റബ്ബറായതുകൊണ്ട് അത്രയും ഗ്യാപ്പുണ്ട്. മുകളിൽ ആകാശം കാണാം. അതിന് വെച്ച് നടന്ന് ഇരുട്ടത്ത് നടന്ന് വീട്ടിൽ വന്നത്. പേടിക്കുന്നേ പേടിച്ചിട്ട് ബോധം കെട്ടു പോകുമല്ലേ, വീണ് പോകും. അതിനാ പേടിച്ച് പെട്ടെന്ന് എനിക്ക് എന്തായാലും ഒരു ഇത് വന്നു. ഞാൻ അങ്ങോട്ട് വന്നായിരുന്നല്ലോ നേരത്തെ. ഇല്ല, അച്ഛൻ വീട്ടിൽ ഇരിക്കുക, ഉറങ്ങാതിരിക്കുക. 12 മണിയായി. അച്ഛൻ ഉറങ്ങാതിരിക്കുക ഞാൻ വരാൻ വേണ്ടിട്ട്. 12 മണിയായി. അന്ന് ഇതുപോലെ ഫോണൊന്നുമില്ല വിളിച്ചു പറയാനായിട്ട്. ഇമാരവിടെ എന്നെ വർക്ക്ഷോപ്പിൽ പണിച്ചേച്ച് രാത്രി വൈകുന്നേരം 5 മണി ആയപ്പം ഒരു ജീപ്പ് വന്ന് കഴിഞ്ഞ് പണി എന്നെ ഓയില് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വണ്ടിയുടെ അടിയിൽ കയറി. അപ്പൊ അന്ന് പണി പഠിക്കുന്ന സമയമായതുകൊണ്ട് ഈ ഓയിൽ ഏതൊക്കെ ചാടി വരുമെന്ന് അറിയത്തില്ല. അടിയിൽ കിടന്ന് ഓയിലിന്റെ നട്ടഴിച്ചത് തന്നെ എന്റെ തലയിൽ കൂടെ ദേഹത്തോടെ എല്ലാം കരിയോയിലായി. എന്നിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് കറണ്ട് പോയി. ഇതേപോലെ മഴയും. ഉടനെ ഇവര് എല്ലാരും വേറെ വണ്ടിയിലൊക്കെ കയറി അവിടെ ഇരുന്നു കറണ്ട് വരട്ടെന്ന് വെച്ചിട്ട്. അപ്പം കുറെ സമയമായിട്ടും കറണ്ട് വരുന്നില്ല. ഒരു 9 മണിയായിട്ടും കറണ്ട് വരുന്നില്ല. ഉടനെ ഇവര് എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ഈ വണ്ടിയുടെ സീറ്റൊക്കെ കിടന്നോ, ഫ്രണ്ട് സീറ്റിൽ കിടന്നോളാൻ പറഞ്ഞു, ജീപ്പിന്റെ. അങ്ങനെ എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അച്ഛൻ അന്വേഷിക്കല്ലോ. പിന്നെ ഇപ്പൊ രാത്രി ആയിരുന്നു, വൈകുന്നേരം വരുന്നല്ലേ. അപ്പം അങ്ങനെ പിന്നെ രാത്രി എനിക്ക് ഉറക്കവും വരുന്നില്ല. ഞാനിങ്ങനെ ജീപ്പിൽ അനങ്ങാതെ കിടക്കുക, ഇവര് വിടുന്നുമില്ല. അപ്പൊ കുറെ കഴിഞ്ഞത് ഒരു 10-11 മണി ആയപ്പോഴത്തേക്കും ഒരു 10:30 ആയി. അപ്പോഴത്തേക്കും ഇവര് പതുക്കെ വണ്ടിയിലൊക്കെ ഇച്ചിരി തണ്ണിയൊക്കെ അടിച്ചേച്ച് ഇവര് സൈഡായി. അപ്പോഴത്തേക്കും ഞാൻ അനങ്ങാതെ എൻ്റെ ചോറ്റുപാത്രം എടുത്ത് കോടഞ്ചേരി മൈതാനം, അന്ന് ഇതുപോലെ വേലിയൊന്നും വെച്ചിട്ടില്ല, നേരെ കുറുകെ ചാടി ഇപ്പുറത്ത് വന്നു. നമ്മുടെ ഇപ്പോൾ LP സ്കൂളുകളോടത്ത് പഴയ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ
അതിലെ പിന്നെ വേഗം ക്രോസ് ചെയ്ത് നടന്നു പോകും. നടന്ന് അപ്പോൾ അവിടെ നിന്നൊന്നും തിരിയൊന്നും കത്തിച്ചില്ല. തിരിയും തീപ്പെട്ടിയൊക്കെ ഞാൻ ഭദ്രമായിട്ട് നനയാതെ വെച്ചേക്കുക. ഈ മർത്തോമ്പടി വന്നേ പിന്നെയാണ് ഞാൻ ആ തിരി കത്തിക്കുന്നത്. അവിടുന്ന് അതിൽ കയറി ആ തോട്ടിൽ കൂടെ കയറി നേരെ മുകളിൽ വന്നു. അന്നേരം തിരി കെട്ടും മഴ നനഞ്ഞ് തിരിയും കെട്ടും പിന്നെ കത്തിക്കാൻ പറ്റാതെ വന്നത്. അങ്ങനെ ഇരുട്ടത്ത് അവിടുന്ന് വരുന്നത്. സിമിത്തേരി ഇരുട്ടത്ത് മുകളിൽ നോക്കി 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 വന്നു. സിമിത്തേരിയിൽ അച്ഛൻ പോയി കിടന്നു തുടങ്ങിയത്. അതെ, അല്ല ഞാൻ അന്ന് വന്നപ്പം ഞാൻ കോടഞ്ചേരിയിൽ നിന്ന് നടന്നു വരിക. 10:30 ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞേച്ച് വർഷോപ്പിൽ അച്ഛൻ കൊണ്ടാക്കിയതാ. എനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. എന്നിട്ട് രാത്രി അതിലെ വന്നപ്പോ തിരി കിട്ടും. അന്ന് ആലക്കിലെ ഒരു പുള്ളി അന്ന് അവിടെ അടക്കിയിട്ടുണ്ട്. അപ്പം ഈ കറക്റ്റ് ആ ഭാഗത്ത് വന്നപ്പോഴാണ് ഈ തെങ്ങേന്ന് ഏതാണ്ട് പോലെ എൻ്റെ മുന്നിലോട്ട് വന്നു വീണു. ഞാനങ്ങ് ഞെട്ടിട്ടുണ്ടെങ്കിൽ തിരിയും പോയി തീക്കുട്ടിയും പോയി. ഒന്ന് വിറച്ചവിടെ നിന്ന് ഇച്ചിരി നേരം. എന്നിട്ട് പിന്നെ ഇച്ചിരി നേരം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പിന്നെ ഞാൻ മുകളിലോട്ട് തിരിയും തീപ്പിട്ടൊന്നും ഇല്ല. മുകളിലോട്ട് പോകുമ്പോൾ പിന്നെ ഈ റബ്ബറിൻ്റെ 2 സൈഡിലെ ഇടയ്ക്കൂടെ ഉള്ള ആകാശം കാണാം. അങ്ങനെ ആദ്യം ലക്ഷ്യം വെച്ച് ഇരുട്ടത്ത് പോരുകയത്. എന്തായാലും ആ ഇരുട്ടത്ത് ഇതുപോലെ മഴ, ഇങ്ങനത്തെ മഴ. ഞാൻ അതിലേ വരണ്ട, നീ വരുമ്പോ നേരത്തെ പോകണം എന്ന് പറയണ്ട. അവരെ പണി എന്തെങ്കിലും നന്ദി വരെ പണിയിപ്പിക്കും.